ഞാനിപ്പം കോഴിക്കോടുള്ള കരിയാത്തൻകോട്ട എന്ന് പറഞ്ഞ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ വണ്ടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഹരിതാവും പച്ചപ്പൊക്കെ കാണാൻ കഴിയും. പക്ഷേ അതിനെപ്പറ്റിയല്ല, നമ്മൾ വണ്ടിയെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് ഇവരുടെ ഒരു ഡീസൽ എഞ്ചിനുള്ള വെഹിക്കിളാണ്. നമ്മൾ കേർവ് ഇവിനെ പറ്റി കുറേ മുന്നേ ഒരു വീഡിയോ എടുത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു വെഹിക്കിളിനെ പറ്റി പറയാനാണ്. അതായത് ഇവരുടെ ഡീസൽ പെട്രോൾ എഞ്ചിനുള്ള വെഹിക്കിളിനെ പറ്റി പറയാനാണ്. ഞാൻ ഭവിത്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി കുറച്ചധികം വിവരങ്ങൾ അറിയാൻ നോക്കാം. 2 മാസമായിട്ടുണ്ട് ഈ വണ്ടി ക്രെറ്റ സെഗ്മെൻറ്റിൽ ഇറങ്ങിയിട്ട്. എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ ടാറ്റ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഈ ഗ്രില്ല് ഫുള്ള് മാറിയിട്ടുണ്ട് കണ്ടോ. കുറച്ചും കൂടെ ഒരു സഫാരീഷ് ടൈപ്പുള്ള ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഹോൾസൊക്കെ ഇവിടെ കാണാൻ കഴിയും. ടാറ്റയുടെ ലോഗോ അതേപോലെ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ഡിഫറൻസ് വന്നിരിക്കുന്നു. പക്ഷേ എന്തായാലും EVയുടെ ഒരു ഭംഗി ഇതിനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബമ്പറിൻ്റെ സ്പേസും സഫാരിയായിട്ട് ഭയങ്കര സാമ്യമുള്ളത് തന്നെയാണ്. ഭയങ്കര ഭംഗിയുണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത് അവരുടെ പ്രൊജക്റ്റഡ് LED ലാംപ്സ് ആണ്. ഓക്കെ, ഈ കാണുന്നത് DRLാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിലല്ലാതെ ബാക്കിലോട്ട് യാതൊരു ചേഞ്ചസും നമുക്ക് ഡീസൽ പെട്രോൾ എഞ്ചിനിലോട്ട് കാണാൻ കഴിയില്ല. കേർവ് EV.EV എന്നുള്ളത് അല്ലെങ്കിൽ .EV എന്നുള്ള സിമ്പിൾ മാറി ഇവിടെ വെറും കേർവ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇതിന് 360 ക്യാമറ ഉണ്ട്. അതിൻ്റെ ക്ലാരിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ വരുന്നത് ഈ ഒരു ഷേപ്പ് അതേപോലെയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു 18 ഇഞ്ച് അലോയ് വീലാണ് ഈ കാണുന്നത്. പക്ഷേ ഈ ഒരു വലിയ തിക്കർ വീലാർച്ച് ഉള്ളതുകൊണ്ട് തന്നെ ആ ടയർ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് വലിയൊരു വീലാണ്. കേവിലുണ്ടായിരുന്ന ആ റിമ്മിൻ്റെ അല്ലെങ്കിൽ അലോയ് വീലിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലത്തെ ഒരു ഡിസൈനാണിത്. അലോയ് വീലിൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ ഈ വെഹിക്കിളായിട്ട് അറ്റാച്ച് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ആ വണ്ടിയുടെ ഷേപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. അതാണ് റിപ്പീറ്റഡ്ലി വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഹാൻഡിലെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. ഇങ്ങനെ തുറക്കാൻ പറ്റിയ ഹാൻഡിലാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഒരു XUV7 ഉള്ള ഒരു ഹാൻഡിൽ അവർ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നിലോട്ട് വരുമ്പോഴും ആ നമ്മളെ EVയിൽ കണ്ടതേ ഡിസൈനാണ് വരുന്നത്. ആ ഷാർപ്പിൻ ഹാൻഡ് കണ്ടിട്ട് പിന്നെ ഈ ഒരു സ്പ്ലിറ്റ് സ്പോയിലർ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ആ ഡിസൈനൊക്കെ സെയിം ആണ്. ഓക്കെ, ആ ഒരു DRLൊക്കെ ഇപ്പോഴും കത്തിക്കിടക്കാണ് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ. കേർവ് EVക്ക് പകരം കേർവ് എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എസ്തെറ്റിക്സിനെ പറ്റി, ഔട്ടർ എസ്തെറ്റിക്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. ബീപ് സൗണ്ടൊക്കെ ഞാൻ ഡോറ് തുറന്നു എന്നറിയാനുള്ള ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ഒരു പ്രീമിയം വണ്ടിയുടെ ഇൻറ്റീരിയർ പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. ഈ ഒരു ഷേപ്പൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ആംഗിളിൽ പോയിട്ട് പെട്ടെന്ന് ഫ്ലാറ്റ് ആവുന്ന ഡാഷൊക്കെ ഇത് കേവിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. ഈ ഒരു സിൽവർ ലൈൻ നമുക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ കഴിയും. ഗ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഫിനിഷാണ്, അത് നമുക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ കഴിയും. ഈ കാണുന്നത് പിന്നെ ഒരു ലെതറൈറ്റ് ഫിനിഷുള്ളൊരു ഭാഗമാണ്. ഓക്കെ, ഈ ഒരു ബർഗണ്ടി കളറിലുള്ള ഇത് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ബർഗണ്ടി കളർ ഇതിൻ്റെ സ്റ്റിയറിംഗിൽ, ഇതിൻ്റെ ഡാഷിൽ, ഇതിൻ്റെ സീറ്റിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും വണ്ടിക്ക് ഭയങ്കര ഭംഗി കൊടുക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇൻ്റർഫേസുള്ളൊരു ഡിസ്പ്ലേ യൂണിറ്റ് ഇവിടെ കാണാൻ കഴിയും. ഇത് 12.3 ഇഞ്ചുള്ള ഡിസ്പ്ലേ യൂണിറ്റാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു 10.25 ഇഞ്ചുള്ള ഒരു ക്ലസ്റ്ററാണ്. ഓക്കെ, അതിലും കുറേ ഫീച്ചേഴ്സൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററും ബ്ലൈൻഡ് സ്പോട്ടൊക്കെ ഈ ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി വലത്തോട്ട് ഇടുകയാണെങ്കിൽ വലത്തെ ക്യാമറ ഓൺ ആവും. ഒക്കെ ഭയങ്കര ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സാണ്. ഓക്കെ, ഇവിടെ ഒരു ഓട്ടോ ഡിമ്മിങ് റിവ്യൂ മിറർ ഉണ്ട്. ഇത് നോർമലി കാറിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഒരു പനോറാമിക് സൺറൂഫാണ്. അത് ഭയങ്കര നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇപ്പോഴത്തെ എല്ലാ ഇന്ത്യൻ വെഹിക്കിളും നമുക്കത് കാണാൻ കഴിയും. അതും ഒരു കണ്ടിന്യൂസ് ടെയിൽ ലാമ്പും ഫ്രണ്ട് ലാമ്പും ഒക്കെ ഇപ്പം എല്ലാ ഇന്ത്യൻ കാറും നമുക്ക് കാണാൻ കഴിയും. നമുക്കിതിൻ്റെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. എൻ്റെ ഹൈറ്റൊക്കെ വെച്ച് ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും പ്രോപ്പറാണ്. EV കാറും കുറച്ചും കൂടെ പ്ലാറ്റ്ഫോം സൈസ് കുറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ എനിക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു കേർവിൻ്റെ ഒരു കേർവ് ഡിസൈൻ കാരണം ശരിക്കും എനിക്ക് ആ ബാക്കിലെ ഗ്ലാസിൻ്റെ വ്യൂയിങ് ആംഗിൾ അല്ലെങ്കിൽ വിസിബിൾ സ്പേസ് കുറവാണ് കേട്ടോ. അത് ഞാൻ വിട്ടുപോയ കാര്യമാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ അഡാസിൻ്റെ സിസ്റ്റംസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ബോക്സിനകത്ത്. താഴത്തോട്ട് വരുമ്പോൾ AC വെന്റിലേഷനാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ ഇരിക്കുന്നത്. പിന്നെ താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ കുറേ കൺട്രോൾസ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇവർ ഈ ഒരു ACയുടെ ഫാനിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ എല്ലാം ബാക്കിയെല്ലാം ടച്ച് കൺട്രോൾസാണ് കേട്ടോ. നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഒരു USB-യുടെ കണക്ടറുണ്ട്. പിന്നെ ഒരു C ടൈപ്പ് കണക്ടറും ഉണ്ട് ഇവിടെ. അത് 5 വോൾട്ട് 3 ആംപിയർ കണക്ഷനാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് മോഡ്സാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ടേൺ ചെയ്ത് മാറ്റിയും കൺട്രോൾ ചെയ്യുക. സിറ്റി, ഇക്കോ, സ്പോർട്ട് എന്നുള്ളതാണ്.
ഇക്കോ ആണെങ്കിൽ കുറച്ചും കൂടി എക്കണോമിക്കൽ, സിറ്റി ആണെങ്കിൽ സിറ്റി ഡ്രൈവ്സിലൊക്കെ കുറച്ചും കൂടി എക്കണോമിക്കലായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. സ്പോർട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ റെസ്പോൺസ് നല്ലതായിരിക്കും. ഇതിൻ്റെ പവർ ബ്രേക്കാണ് കേട്ടോ, ഇലക്ട്രോണിക് പവർ ബ്രേക്ക്. ഇത് ഓട്ടോ ഹോൾഡാണ്, നമ്മൾ ഹില്ലൊക്കെ ഇറങ്ങുമ്പോഴുള്ള സാധനമാണ്. ഇതിൻ്റെ വയർലെസ് ചാർജറിൻ്റെ പോർഷനാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ ഇരിക്കുന്ന സീറ്റ് ആക്ച്വലി വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൺട്രോൾ സീറ്റിൻ്റെ സൈഡിലാണുള്ളത്. ഇതൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് സീറ്റാണ്. അപ്പം എന്തായാലും ഭയങ്കര നല്ലൊരു ഇന്ത്യൻ കണ്ടീഷനിലൊക്കെ ഭയങ്കര നല്ല പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്ന സീറ്റാണിത്. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോയിലോട്ടൊന്ന് പോയി നോക്കാം. പിന്നോട്ട് കയറുമ്പോൾ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം താഴ്ന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മുന്നത്തതിൽ നമുക്കൊരു ഇവിടെ ഒരു ബാറ്ററി പാക്ക് ഉണ്ടായിരുന്നു, അത് പോയപ്പം ആ സ്പേസും കൂടെ നമുക്ക് കിട്ടി. ഈ ഒരു സാധനം EVയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ബാറ്ററി പാക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഫ്രണ്ട് ഡോറിൻ്റെ അതേ ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഇവിടെയുള്ളത്. ഒരു ബോട്ടിൽ മാത്രമേ നമുക്ക് എല്ലാ ഡോറിലും വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വീതി കൂടിയ കാറാണ് പറയുമെങ്കിലും അകത്തോട്ട് എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ 3 പേര് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്നിച്ച് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. തിന്നായി കഴിഞ്ഞാൽ പ്രശ്നമില്ല, സുഖമായിട്ട് ട്രാവൽ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഈ സാധനം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി 2 വേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് കേട്ടോ. ഇതൊരു ആംഗിളാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ അമർത്തി കഴിഞ്ഞാൽ വേറൊരു ആംഗിളും കൂടെ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വിഡ്ത്ത് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടി തുറക്കാതെ, ഇതാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ്. ആ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാഴ്ച അത്ര ഉള്ളെങ്കിലും ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യത്. ഞാൻ എന്തായാലും ഇരുന്ന് നോക്കാം. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്പേഷ്യസ് സാധനം ഈ ഒരു വണ്ടിയെത്തും പോയെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളെ EVയെ അപേക്ഷിച്ച്. ഞാനൊരു EV റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് പോലും കുറച്ച് തട്ടുന്ന പോലെ ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും ചിലപ്പോൾ ഒരു മില്ലിമീറ്റേഴ്സ് സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും, പക്ഷേ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഈ വെഹിക്കിൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിവ്യൂവിങ് ഞങ്ങൾ കുറച്ചും കൂടെ താത്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പറയാനേ പറ്റുള്ളൂ. ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഒന്നും നമുക്കറിയില്ല, സ്റ്റൈലിങ്ങിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയില്ല. എന്തായാലും അത് കുറച്ച് പൊങ്ങിയിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി എനിക്ക് എൻ്റെ കണ്ണ് മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ. കുറച്ചും കൂടെ ഹൈറ്റ് കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കംഫർട്ടബിൾ യാത്ര ചെയ്യാൻ. പക്ഷേ ഈ ഒരു പനോരമിക് സൺറൂഫ് നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്പേഷ്യസ് ഫീലിംഗ് ഇൻറ്റീരിയറിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ബർഗണ്ടി കളർ എന്തായാലും ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. വണ്ടി കയറുമ്പോൾ നമുക്ക് വേറൊരു കാറിലും ഫീൽ ചെയ്യാത്ത ഒരു കളർ ടോണാണ് ഇതിലുള്ളത്. പ്രീമിയം കാസിൽ ഉണ്ടായിരിക്കും. ഞാനൊരു നമ്മളുടെ സെഗ്മെൻറ്റിലുള്ള ഈ ഒരു ക്രെറ്റ സെഗ്മെൻറ്റിലുള്ള കാറുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു പങ്ക്ചേഴ്സൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഡീറ്റെയിലൊക്കെ ഭയങ്കര രസമുണ്ട്. മുന്നിൽ ഇത് വെന്റിലേറ്റഡ് ആണ്, ബാക്കിൽ ഇത് വെന്റിലേറ്റഡ് അല്ല. ഇവിടെ ഒരു ഹാൻഡിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. കൂടാതെ നമുക്ക് 3 സീറ്റിൽ നമുക്ക് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റുകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അത് ഭയങ്കര നല്ലൊരു ഫീച്ചറാണ്. ഈ ഹെഡ് റെസ്റ്റൊക്കെ നല്ലതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡിക്കി സ്പേസും കൂടെ പറഞ്ഞു നോക്കാം. വണ്ടി ഓണാക്കി ഇങ്ങോട്ട് വന്ന് ചുമ്മാ കാലുകൊണ്ടാക്കി നോക്കി, പക്ഷേ ഇത് തുറക്കുന്നില്ല. ഇത് സെൻസറാണ് ഈ ഒരു ഡിക്കി ഇരിക്കുന്നത്. കാലുകൊണ്ട് അടിയിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ പതിയെ പൊന്തും. പക്ഷേ ഞാൻ ആദ്യം വന്നപ്പോൾ കീ എൻ്റെ കയ്യിലായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ കീ ഉണ്ട്. ഇനി നമുക്കൊന്ന് ആക്കി നോക്കാം. തുറന്നു. ഇത്രയും മിനിമം സമയം കൊണ്ട് ഈ സാധനം ഭയങ്കര ബ്യൂട്ടിഫുൾ തുറന്നു. ഇതിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 500 ലിറ്ററാണ് ഈ ഒരു ബാക്കിലുള്ള ഡിക്കി സ്പേസ് വരുന്നത്. ഏകദേശം 6 ബാഗ് നമുക്കിതിനകത്ത് സുഖമായിട്ട് കൊള്ളിക്കാം. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സെൻസറാണെന്ന് അറിയില്ല. താഴത്തേക്ക് സെൻസറാക്കാൻ പറ്റുമോ? ഇതും സെൻസറാണ്. ആക്ച്വലി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് തുറക്കണമെങ്കിൽ അടക്കണമെങ്കിലും ആ ഒരു കാലിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത് നമുക്ക് പറ്റും. കൂടാതെ നമുക്ക് മാനുവലിയും പറ്റും. അങ്ങനത്തെ സ്വിച്ചസ് അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടീൻ്റെ അകത്തോട്ട് കയറി ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഒരു 1.5 ലിറ്റർ മാനുവൽ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഞാനതാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാനെല്ലാം കിലോമീറ്ററും ആവറേജ് മൈലേജൊക്കെ 0 ആക്കി വെച്ചിട്ടുണ്ട്. അതിവിടെ കാണാൻ കഴിയും. ക്ലസ്റ്ററിൽ കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല. ഇത് പിന്നെ ഒരു 12.3 ഇഞ്ച് സ്ക്രീനാണ്. ഇവിടെയാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇരിക്കുന്നത്. ഈ ഒരു 3 പ്ലേറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് വെച്ചിട്ടാണ് ഇൻ്റർഫേസ് പോകുന്നത്. ഭയങ്കര ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ. കൂടാതെ ഇതിൻ്റെ AC-യുടെ ഇൻ്റർഫേസും ഇവിടെ തന്നെയാണ് വരുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അത് ഭയങ്കര നല്ലതാണ് ആസ് ഒരു എക്സ്പീരിയൻസ് കൂട്ടുന്നതിൽ. പിന്നെ ഇതിൻ്റെ റേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം പെട്രോള്, നോർമൽ പെട്രോൾ എഞ്ചിൻ, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ, പിന്നെ ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണുള്ളത്. പെട്രോൾ എഞ്ചിൻസ് എല്ലാം 3 സിലിണ്ടേഴ്സ് ആണ്. ടോർക്കും എപ്പം കൂടിയിരിക്കുന്നത് പെട്രോൾ എഞ്ചിൻസ് ആയിരിക്കും. അതിൽ തന്നെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. അപ്പം കൂടുതൽ പവർ അതിനായിരിക്കണം. പക്ഷേ ഞാനിപ്പോൾ ഓടിക്കുന്ന ഒരു ഡീസലാണ്. അപ്പം ഇതിൻ്റെ നോർമൽ മാനുവൽ പെട്രോൾ എഞ്ചിൻ്റെ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ് പ്രൈസ് ഏകദേശം 11.73 lakhs ആണ്. അത് ഡീസലിൽ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് എൻഡിൽ വരുമ്പോൾ 23 lakhs-ഓളം അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിൻ്റെ കോസ്റ്റ്. EVയുടെ കോസ്റ്റ് സെപ്പറേറ്റ്ലി ആണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാൻ ഇതിൽ റിവേഴ്സിൽ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഈ ഒരു
വീഡിയോയുടെ ക്ലാരിറ്റി കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. വണ്ടി ഓടിക്കുമ്പം ആദ്യമായിട്ട് കയറുമ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ഈ വണ്ടി തരുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കേർവ് EV റിവ്യൂ ചെയ്തെങ്കിൽ ആ ഡ്രൈവ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഒരു 20 കിലോമീറ്റേഴ്സെങ്കിലും ഓടിച്ച് ഡ്രൈവിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. EVയിലെ പോലെ തന്നെ ആണെങ്കിൽ തന്നെ ഈ ഒരു കളർ സ്കീം കുറച്ചും കൂടെ ഭംഗി ഇതിനാണെന്ന് തോന്നുന്നു. ഡിയർ ബർഗണ്ടി വരുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ തിരിയുമ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴാണ് കണ്ടത്. നമുക്ക് ആക്ച്വലി ആ ബ്ലൈൻഡ് സ്പോട്ട് ഇതിൽ വരുന്നുണ്ട്, ക്യാമറ വരുന്നുണ്ട്. അപ്പം നമുക്ക് സേഫായിട്ടിത് ടേൺ ചെയ്ത് കൊണ്ടുപോകാം. അത് ഭയങ്കര നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ റോഡാണ്, പക്ഷേ എന്നാലും എനിക്കിത് പ്രോപ്പർലി കറക്റ്റായിട്ട് വണ്ടി മാനോവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് ഹാൻഡ്ലിങ് ഭയങ്കര ഈസിയാണ്. എനിക്ക് ചെറിയ റോഡായിട്ട് ഇത് വലിയ വണ്ടിയായിട്ടും എനിക്കിത് വൃത്തിയായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം എല്ലാം വിസിബിൾ ആണ്, അതുകൊണ്ടായിരിക്കണം. ഈ ചെറിയ വിൻഡോയുടെ പോർഷൻ താന്നിരിക്കുന്നതൊക്കെ ഭയങ്കര കംഫർട്ടബിളി ഡ്രൈവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് ഡ്രൈവിലോട്ട് പോവുകയാണ്. വണ്ടി ഭയങ്കരമായിട്ട് തന്നെ എൻ്റെ കൺട്രോളിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു രസമായിട്ട് ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഓഫ് റോഡ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു നോർമൽ ഹൈവേയിലോട്ട് കയറി. നമ്മളുടെ പുതുതായിട്ട് നടക്കുന്ന ആ ഒരു NH66 ആണിത്. അപ്പം എന്തായാലും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സൊക്കെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡ്രൈവിൽ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 കിലോമീറ്റർ അങ്ങോട്ടും 10 കിലോമീറ്റർ ഇങ്ങോട്ടും ഓടിക്കും. അപ്പം ഏകദേശം 1 കിലോമീറ്റർ ഇപ്പോൾ ആയിട്ടുള്ളൂ. എന്തായാലും വണ്ടി ചവിട്ടുമ്പോൾ ഒരു റെസ്പോൺസ് കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഈ ഒരു എഞ്ചിനുള്ളതായിരിക്കണം. ഇതൊരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 118 PS പവറും 260 Nm ടോർക്കുള്ള എഞ്ചിനാണ് ഈ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ ഇതൊരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്, പക്ഷേ ഇതിൻ്റെ മാനുവലാണ് ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഇനീഷ്യൽ പവറിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. ചിലപ്പോൾ ഈ ഒരു എഞ്ചിന് അങ്ങനെ ആയിരിക്കും അവർ ട്യൂൺ ചെയ്തിട്ടുണ്ടാവുക. വലിയൊരു RPMലോട്ട് എനിക്ക് പോകാൻ പറ്റില്ല, നമുക്ക് നോക്കാം പോയിട്ട്. ഞാൻ ഈ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ആക്സലേഷൻ കൊടുക്കാൻ നോക്കുകയാണ്. ടാറ്റയുടെ മാനുവൽ ട്രാൻസ്മിഷൻ എപ്പോഴും എനിക്ക് ചെറിയൊരു റിഫൈൻമെൻറ്റ് കുറവ് പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇതിന് വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ്. ഞാനിപ്പോൾ ഒന്ന് ചവിട്ടി ഒരു 90 ഒക്കെ എത്താൻ പെട്ടെന്ന് എത്തി. എന്നാലും അതാ RPM കൂടുമ്പോൾ വണ്ടി നന്നായിട്ട് റെസ്പോൺസ് തരുന്നുണ്ട്. ഒരു 3000 മുകളിലൊക്കെ RPM പോകുമ്പോൾ ഭയങ്കര നല്ല റെസ്പോൺസ് വണ്ടി എനിക്ക് തരുന്നുണ്ട്. നല്ല ഗ്രിപ്പുണ്ട് ഗ്രൗണ്ടിൽ. വാവ്, എനിക്ക് ആ സാധനം കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ആ വണ്ടി ആ ഹൈ സ്പീഡിൽ എനിക്ക് നല്ലൊരു കൺട്രോൾ റോഡ് തന്നു. എന്തായാലും ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സാധനം ആയിക്കട്ടെ. ഈ ഡീസൽ എഞ്ചിൻ, പെട്രോൾ എനിക്കറിയില്ല, ഞാൻ ഓടിച്ചിട്ടില്ല. എന്തായാലും ആ ഇനീഷ്യൽ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 3000 RPMൻ്റെ മുകളിൽ ഹയർ സ്പീഡിൽ ഹയർ ഗിയേഴ്സിൽ ഈ വണ്ടി നന്നായിട്ട് റെസ്പോൺസ് തരുന്നുണ്ട്. അത് ഭയങ്കര നല്ലതാണ്. ഡീസൽ എന്ന് പറഞ്ഞാൽ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. പെട്രോൾസ് എല്ലാം 3 സിലിണ്ടറാണ്. ചിലപ്പോൾ 3 സിലിണ്ടർ ആകുമ്പോൾ ചെറിയൊരു ഒച്ചയൊക്കെ നമുക്ക് ആ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് നിങ്ങളെന്തായാലും ഷോറൂം പോയി വണ്ടി ഓടിച്ച് നോക്കണം, പെട്രോളാണ് എടുക്കുന്നതെങ്കിൽ. ഡീസൽ ഒരു കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എഞ്ചിൻ ക്യാബിൻ്റെ ഉള്ളിൽ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ എനിക്ക് കാര്യമായിട്ട് സ്പീഡൊന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം റോഡ് ഫുള്ള് ഭയങ്കര ട്രാഫിക്കായി ഈ പണികൾ കാരണം. ഞാനിപ്പം രസമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഈ ടാറ്റയോട് പറഞ്ഞാൽ തന്നെ മതി, കാര്യങ്ങളെല്ലാം ടാറ്റ ചെയ്തോളും. അതിനൊരു എക്സാമ്പിളാണ്. ഹേ ടാറ്റ, ഓപ്പൺ ദി സൺറൂഫ്. കണ്ടോ, സൺറൂഫ് ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ അടയ്ക്കാം. ഫുൾ സൺറൂഫ് ഓപ്പൺ. നമുക്ക് ഭയങ്കര ഹാപ്പി നമ്മൾ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും. ഹേ ടാറ്റ, ക്ലോസ് സൺറൂഫ്. നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷൊക്കെ സ്മൂത്തായിട്ട് അവരെടുക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് ടച്ച് ചെയ്തെടുത്താൽ ഫുള്ളായിട്ട് കവർ ചെയ്യുകയും ചെയ്യും. എന്തായാലും ടാറ്റ നമ്മളുടെ മാർക്കറ്റ് നല്ലോണം പിടിക്കുന്ന എനിക്ക് ഉറപ്പാണ്. കാര്യം ടാറ്റയാണെങ്കിൽ മഹീന്ദ്രയാണെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരു മോഡലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5 വർഷത്തിനുള്ളിൽ ടാറ്റയും മഹീന്ദ്രയൊക്കെ ചിലപ്പോൾ നമ്മളെ മാരുതിനെയും സുസുക്കിനെയൊക്കെ ഓർമ്മകളിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡാസിൻ്റെ ചെറിയൊരു സാധനം ഞാനിപ്പം ഡെമോ കാണിച്ചു തരാം. നമ്മളിങ്ങനെ പോവുകയാണ്, മുന്നോട്ട് പോയി ചെറിയ സ്പീഡ് പോവാണ്. എൻ്റെ മുന്നിലൊരു ഓട്ടോ ഉണ്ട്, കണ്ടോ, കൊളീഷൻ വാണിംഗ് കാണുന്നതുണ്ടോ? പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അതാ കണ്ടോ കൊളീഷൻ വാണിംഗ് കാണുന്നുണ്ട്. ഇനി അടുത്തത് ബ്രേക്കിംഗ് ആണത്. അത് കുറച്ച് നല്ലൊരു സാധനമാണത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്ത അവസ്ഥയ്ക്കാണെങ്കിൽ ഭയങ്കര ഭംഗിയിലായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ള ആ കണ്ടീഷൻ വാണിംഗ്. അപ്പം ഏകദേശം 20 കിലോമീറ്ററായി ഞാൻ ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. ആക്ച്വലി ആണ് 19.3 ആണ്, പക്ഷേ ഞാൻ മറീന മോട്ടോഴ്സിൽ എത്തുമ്പോഴേക്കും 20 കിലോമീറ്റർ ആവും. ഇപ്പോൾ എനിക്ക് കാണിക്കുന്ന മൈലേജ് 11.3 ആണ്. പക്ഷേ ഇതൊരു ആക്ച്വൽ മൈലേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്തായാലും ഇതിനെക്കാട്ടൊരു 4 കിലോമീറ്റർ മൈലേജ് കൂടുതലായിരിക്കും ആക്ച്വൽ വെഹിക്കിൾ തരുന്നത്. അതായത് ഒരു 15 കിലോമീറ്റർ മൈലേജ് നമുക്ക് ഡീസലിൽ പ്രതീക്ഷിക്കാം. ഈ ഒരു ഡ്രൈവിൽ ഞങ്ങൾ കുറേ നേരം നിർത്തിയിട്ടു, കുറച്ച് ഷൂട്ട് ചെയ്തു, കുറേ സ്പീഡ് എടുത്തു, കുറേ ട്രാഫിക് കടന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഒരു മൈലേജ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ എന്തായാലും
ഒരു 15 കിലോമീറ്റർ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ലോ സ്പീഡിൽ വണ്ടിയുടെ റെസ്പോൺസ് കുറവാണ്. എങ്കിലും ഹയർ സ്പീഡിലോട്ട് അല്ലെങ്കിൽ ഹയർ RPM-ലോട്ട് പോകുമ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് റെസ്പോൺസ് തരുന്നു, കുറച്ചും കൂടെ കൺട്രോൾ എനിക്ക് തരുന്നു, കുറച്ചും കൂടെ കോൺഫിഡൻസ് എനിക്ക് തരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി നമുക്ക് ഈ ഒരു ഷേപ്പും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വണ്ടി എപ്പോഴും ഒരു വർത്ത് ടു ബൈ വെഹിക്കിളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇതിൻ്റെ ഡീസൽ പെട്രോൾ വേരിയൻസിൽ ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്യുക. എന്തായാലും വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഷോറൂം പോയി വണ്ടി ഓടിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കുക. കാരണം ഓരോ വെഹിക്കിളും ഓരോ എൻജിൻ ഓപ്ഷനിൽ പല ടൈപ്പുള്ള ക്യാരക്ടറിസ്റ്റിക്കാണ് കാണിക്കുക, അല്ലെങ്കിൽ സ്വഭാവമാണ് കാണിക്കുക. അപ്പം എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഞാനിപ്പോൾ മറീന മോട്ടോഴ്സിലെത്തി. ഞാൻ നേരത്തെ മൈലേജിനെ പറ്റി പറഞ്ഞു. ഇത് ശരിക്കൊരു 418 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പം ശരിക്കൊരു മൈലേജ് ആയിരിക്കില്ല ഇപ്പോൾ ഈ വെഹിക്കിൾ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഈ വണ്ടി നല്ല മൈലേജ് തരുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മറീന മോട്ടോഴ്സിലുള്ള അഭിനന്ദാണ്. അഭിനന്ദൻ്റെ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അഭിനന്ദനെ വിളിച്ചാൽ മതി. കൂടാതെ ഞാൻ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് ചോദിക്കുക. ഞാൻ പറഞ്ഞു തരാൻ പറ്റിയതാണെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.